Dear students, welcome to the class of Engineering Thermodynamics. In this class, we will discuss the topics displacement work or PdV work, paddle wheel work or steering work, then electrical work, shaft work, flow work. Then we will discuss the concept of free expansion. First one, displacement work or PdV work. One form of mechanical work is associated with the expansion or compression of a gas in a piston cylinder device. അതായത് ഒരു പിസ്റ്റൺ സിലിണ്ടർ ഡിവൈസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് പിസ്റ്റൺ സിലിണ്ടർ. ഓക്കെ, എൻ്റെ സെക്ഷണൽ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. അതിലൊരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്ന, അതേപോലെ ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്നു. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു വർക്ക് ഔട്ട്പുട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഗ്യാസിനെ കംപ്രസ് ചെയ്യണമെങ്കിൽ ഒരു വർക്ക് ഇൻപുട്ട് അവിടെ സപ്ലൈ ചെയ്യണം. എന്താണ്? മെക്കാനിക്കൽ വർക്കാണ് അവിടെ. ഓക്കെ, ആ ഒരു പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്? ഡ്യൂറിങ് ദിസ് പ്രോസസ് പാർട്ട് ഓഫ് ദി ബൗണ്ടറി, ദാറ്റ് ഈസ് ഇന്നർ ഫേസ് ഓഫ് ദി പിസ്റ്റൺ, മൂവ്സ് ബാക്ക് ആൻഡ് ഫോർത്ത്. ദെർഫോർ ദ എക്സ്പാൻഷൻ ആൻഡ് കംപ്രഷൻ വർക്ക് ഈസ് ഓഫൺ കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക്. ഈ ഗ്യാസ് ആണ് ഇതിൽ സിസ്റ്റം. അതിൻ്റെ ബൗണ്ടറി ഏതാണ്? ഇവിടെ ലെഫ്റ്റ് ഈ സിലിണ്ടറിൻ്റെ സർഫസ് ആണ്, ബോട്ടത്തിലും സിലിണ്ടറിൻ്റെ സർഫസ് ആണ്, റൈറ്റ് സൈഡിലും സിലിണ്ടറിൻ്റെ സർഫസ്. ഓക്കെ, അതാണ് ബൗണ്ടറി വരുന്നത് സിസ്റ്റത്തിൻ്റെ. ടോപ്പിലുള്ള ബൗണ്ടറി എന്താണ്? ഈ ഒരു പിസ്റ്റൺ. ബാക്കി സൈഡിലൊക്കെ സിലിണ്ടർ ആയിരുന്നു. ഇവിടെ പിസ്റ്റണിൻ്റെ ഇന്നർ സർഫസ് ആണ് അതിൻ്റെ സിസ്റ്റം ബൗണ്ടറി വരുന്നത്. ഈ പിസ്റ്റൺ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പ് ആൻഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ ഒരു ബൗണ്ടറി എന്താണ്? മൂവിങ് ബൗണ്ടറിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് എന്ന് വെച്ചാൽ ആ ബൗണ്ടറി ഡിസ്പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വർക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക്. ഓക്കെ, ദ വർക്ക് അസോസിയേറ്റഡ് വിത്ത് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സിസ്റ്റം ബൗണ്ടറി, അതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്യും. ഇനീഷ്യൽ പൊസിഷൻ ഇതാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റേറ്റിലെത്തി. ബൗണ്ടറി എന്ത് ചെയ്തു? ഇനീഷ്യലി ഇവിടെയായിരുന്നു സിസ്റ്റം ബൗണ്ടറി, അതൊരു വേറെ ലൊക്കേഷനിലോട്ട് ഡിസ്പ്ലേസ് ചെയ്തു. ഇതിനെ കംപ്രസ് ചെയ്യുന്നു. ഇതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ് എങ്കിൽ ഇതിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ന്യൂ സ്റ്റേറ്റ് ഇതാണ്. ഓക്കെ, ആ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തും കംപ്രസ് ചെയ്യുന്ന സമയത്തും ഇത് എന്തുന്നുണ്ട്? സിസ്റ്റത്തിൻ്റെ ബൗണ്ടറിക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇതിനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ PdV വർക്ക് എന്ന് പറയും. എന്തുകൊണ്ടാണ് അതിനെ PdV വർക്ക് എന്ന് പറയുന്നത് ഇപ്പം ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആദ്യം അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. കൺസിഡർ gas in a piston cylinder arrangement. The initial equilibrium state is 1 and the corresponding pressure of gas is P1 and volume is V1. ഇവിടെ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു ഗ്യാസ് ഉണ്ട്. ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതാണ് ഇനീഷ്യൽ സ്റ്റേറ്റിലെ സിസ്റ്റം ബൗണ്ടറി. ആ ഇനീഷ്യൽ സ്റ്റേറ്റിലെ പ്രഷർ P1, വോളിയം V1. ഇതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. തെർമോഡൈനാമിക്കലി ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. ഓക്കെ, എന്താണ് തെർമോഡൈനാമിക്കലി ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് ഓൾറെഡി ഞങ്ങൾക്ക് അറിയാം. ദ പിസ്റ്റൺ ഈസ് ദി ഓൺലി ബൗണ്ടറി ദാറ്റ് മൂവ്സ് ഓർ ഡിസ്പ്ലേസസ്. ഇപ്പം ഇനീഷ്യൽ സ്റ്റേറ്റ് ഇവിടെയാണുള്ളത്. ഈ 3 ബൗണ്ടറി എന്ന് പറയുന്ന ഫിക്സഡ് ബൗണ്ടറിയാണ്. ഈ ഒരു പിസ്റ്റൺ ഫോം ചെയ്യുന്ന ബൗണ്ടറിയാണ് മൂവബിൾ ബൗണ്ടറി. ഒറ്റൊന്ന് മാത്രമേ നമുക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലൂ. ഓക്കെ, ആ ഒരു സ്റ്റേറ്റിനെ ഞാനിവിടെ PV ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് സ്റ്റേറ്റ് 1 എന്ന് പറയുന്നത്. ഓക്കെ, let the piston moves out to final equilibrium state 2. The pressure at state 2 is P2 and volume is V2. ഇനി എന്ത് ചെയ്യുന്നത്? ആ ഇനീഷ്യൽ സ്റ്റേറ്റ് 1 എന്ന് പിസ്റ്റൺ എന്ത് ചെയ്തു? ഈ ഒരു സ്റ്റേറ്റിലോട്ട് വന്നു. ഇനീഷ്യലി പിസ്റ്റൺ എവിടെയുള്ളത്? പിസ്റ്റൺ ഈ 2 എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റിലെത്തി. ഓക്കെ, പിസ്റ്റൺ എന്ത് ചെയ്തു? മൂവ് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്തു. എന്നിട്ട് 2 എന്ന് പറയുന്ന ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്. ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. PV ഡയഗ്രത്തിൽ ഇതാണ് 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ പിസ്റ്റൺ എത്തുന്ന സമയത്ത്. ഓക്കെ, പിസ്റ്റൺ 2 എന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ സിസ്റ്റത്തിൻ്റെ ബൗണ്ടറി എന്താണ്? ഇതാണ് സിസ്റ്റത്തിൻ്റെ ബൗണ്ടറി വരുന്നത്. ഈ ഒരു ബൗണ്ടറി, ഇത് മൂവിങ് ബൗണ്ടറിയാണ്. അതൊരു പുതിയ ലൊക്കേഷനിലെത്തി. ഓക്കെ, ആ സമയത്ത് ആ ഗ്യാസിൻ്റെ വോളിയം എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. പുതിയ സ്റ്റേറ്റിലെ പ്രഷർ എന്ന് പറയുന്നത് P2 ആണ്, വോളിയം എന്ന് പറയുന്നത് V2 ആണ്. ഓക്കെ, ഒരു പ്രോസസ്സ് അവിടെ നടന്നു. ആ സമയത്ത് ഇപ്പോൾ PV ഡയഗ്രത്തിൽ അതിനെ ഒരു പ്രോസസ്സിനെ കണ്ടിന്യൂസ് ലൈനായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അതൊരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സായിരിക്കും. മീൻസ്
All the intermediate states between state 1 and state 2 are thermodynamic equilibrium state. Quasi-static പ്രോസസ്സിൻ്റെ ഫീച്ചർ എന്താണ്? ആ പ്രോസസ്സ് നടക്കുന്ന സമയത്തുള്ള എല്ലാ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ്സും എന്തായിരിക്കും? തെർമോഡൈനാമിക്കലി ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഡീവിയേഷൻ ഫ്രം ദി സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം വിൽ ബി ഇൻഫൈനൈറ്റ്സിമലി സ്മോൾ. മീൻസ് ഈ പ്രോസസ്സ് 1-2 നടക്കുന്ന സമയത്ത് ഏത് ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതെന്തായിരിക്കും? തെർമോഡൈനാമിക്കലി ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സിനെ ക്വാസി സ്റ്റാറ്റിക് എന്ന് പറയും. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് മാത്രമേ നമുക്ക് തെർമോഡൈനാമിക് കോർഡിനേറ്റ്, അതായത് പ്രഷർ, വോളിയം എന്തെങ്കിലും ആയിക്കോട്ടെ, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എടുത്തിട്ട് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് കോർഡിനേറ്റ് ആയിട്ട് എടുത്ത് വരക്കുന്ന ഗ്രാഫിൽ നമുക്ക് ഒരു കണ്ടിന്യൂസ് ലൈനായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിനെ മാത്രം. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുന്ന എല്ലാ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റും തെർമോഡൈനാമിക്കലി ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് പ്രോസസ്സ് ക്വാസി സ്റ്റാറ്റിക് PV ഡയഗ്രത്തിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി at any intermediate point in travel of piston, let the pressure be P and volume be V. പിസ്റ്റൺ സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 പോകുന്ന സമയത്തിൽ ഏതെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് അവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത്, ഗ്യാസ് പ്രഷർ എന്ന് പറയുന്നത് P ആണ്. ഓക്കെ, അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യുക? ആ ഗ്യാസ് പ്രഷർ P എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. കാരണം ദർ ഈസ് നോ പ്രഷർ ഗ്രേഡിയൻ വിത്തിൻ ദി സിസ്റ്റം. എല്ലാ സ്ഥലത്തും സെയിം പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ ഇൻ്റർമീഡിയറ്റ് പോയിന്റിലെ പ്രഷർ P ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഗ്യാസ് ആ പിസ്റ്റൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? ദാറ്റ് പ്രഷർ ഇൻറ്റു കറസ്പോണ്ടിങ് ഏരിയ, ആക്ട് ചെയ്യുന്ന ഏരിയ. ഓക്കെ, ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്യാസ് ഓൺ പിസ്റ്റൺ F ഈസ് ഈക്വൽ ടു P ഇൻറ്റു A, പ്രഷർ ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി പിസ്റ്റൺ. പിസ്റ്റൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആ പ്രഷർ ഇൻറ്റു ഏരിയ എന്താണ്? ഫോഴ്സ് ആണ്. ഇനി when the piston moves an infinitesimal distance dl, the infinitesimal amount of work done by the gas on the piston. പിസ്റ്റൺ ഇനീഷ്യലി ഇവിടെയാണുള്ളത്. ഓക്കെ, ഇനി ഒരു DL എന്ന് പറയുന്ന വെരി സ്മോൾ ഡിസ്റ്റൻസിൽ പിസ്റ്റൺ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ആ സമയത്ത് ഗ്യാസ് എക്സിൽ ചെയ്യുന്ന വർക്ക് എന്താണ്? വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഓൺ ദ പിസ്റ്റൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഫോഴ്സ് ഇൻ ടു ദാറ്റ് ഡിസ്റ്റൻസ് ഡെൽറ്റ W is equal to that force into a small distance. ഇവിടെ ഡെൽറ്റ W എന്ന് പറയുന്നത് ഓക്കെ ഡിഫറൻഷ്യൽ എമൗണ്ട് ഓഫ് വർക്ക്. ഇവിടെ ഡെൽറ്റ എന്ന് പറഞ്ഞ സിമ്പിൾ യൂസ് ചെയ്യാൻ കാരണം എന്താണ്? നമുക്ക് അറിയാം, ലാസ്റ്റ് ക്ലാസ് പറഞ്ഞതാണ് വർക്ക് എന്ന് പറയുന്നത് ഇൻഎക്സാക്റ്റ് ഡിഫറൻഷ്യലാണ്. അതുകൊണ്ട് D എന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല, ഡെൽറ്റ W. എഫിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? P ഇൻറ്റു A ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഡെൽറ്റ W is equal to P ഇൻറ്റു A ഇൻറ്റു DL. ഈ A ഇൻറ്റു DL എന്ന് വെച്ചാൽ എന്താണ്? ഇതിൻ്റെ ഏരിയ ഇൻറ്റു DL, ആ പിസ്റ്റൺ ഡിസ്പ്ലേസ് ചെയ്യുന്ന വോളിയമാണ്. ഇൻഫൈനൈറ്റ്സിമൽ എമൗണ്ട് ഡിസ്റ്റൻസ് DL ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വോളിയം എന്താണോ അതാണ് A ഇൻറ്റു DL. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ W is equal to എന്ത് എഴുതാൻ വേണ്ടി പറ്റും? PdV എന്ന് എഴുതാം. When the piston moves out from position 1 to position 2, the volume changes from V1 to V2 and the amount of work done by the system will be. പിസ്റ്റൺ എന്ത് ചെയ്തു? ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് 2 പോയി. ഓക്കെ, ആ സമയത്തുള്ള വർക്ക് ഡൺ എനിക്ക് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? ഈ ഡിഫറൻഷ്യൽ എമൗണ്ട് ഓഫ് വർക്ക് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി ഫ്രം V1 to V2. ഓക്കെ, W12 is equal to ഇൻറ്റഗ്രൽ V1 to V2 ഡെൽറ്റ W. ഡെൽറ്റ W is equal to എന്താണ്? PdV ആണ്. മീൻസ് W12 is equal to ഇൻറ്റഗ്രൽ 1 to 2 PdV അല്ലെങ്കിൽ V1 to V2 PdV. ഓക്കെ, ഇനി ഏരിയ അണ്ടർ PV ഡയഗ്രാം എന്താണ്? വർക്ക് ഡൺ ആണ്. അതിനു മുമ്പേ ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ എന്തറിയണം? Pയുടെ വാല്യൂ അറിയണം. അങ്ങനെ ആസ് എ ഫങ്ഷൻ ഓഫ് V. P ആസ് എ ഫങ്ഷൻ ഓഫ് V അറിയെങ്കിൽ മാത്രമേ ഈ ഒരു എക്സ്പ്രഷൻ വഴി വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏരിയ അണ്ടർ PV ഡയഗ്രാം, ഏരിയ അണ്ടർ ദ കർവ് ഓൺ PV ഡയഗ്രാം എന്തായിരിക്കും? വർക്ക് ഡൺ ഡ്യൂറിങ് ദാറ്റ് പ്രോസസ് ആയിരിക്കും. ഓക്കെ, മീൻസ് വൈ കോർഡിനേറ്റ് P എടുക്കുന്നത്, എക്സ് കോർഡിനേറ്റ് V എടുക്കുന്നത്, ഒരു കർവ് എടുക്കുന്നത്, അതിൻ്റെ അണ്ടറിലുള്ള ഏരിയ, ഷെയ്ഡഡ് ഏരിയ, അതെന്തായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്? വർക്ക് ഡൺ ഡ്യൂറിങ് ദാറ്റ് പ്രോസസ്. ഓക്കെ, ആ കർവിന് അണ്ടറിലുള്ള ഏരിയ. ഡിഫറെൻറ്റ് പ്രോസസ്സ്, അതായത് ഐസോതെർമൽ, അഡയബാറ്റിക്, പോളിട്രോപ്പിക്, അങ്ങനെ എല്ലാ പ്രോസസ്സിലൊക്കെ നമ്മൾ ഈ വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കും ഇൻറ്റഗ്രൽ PdV വെച്ചിട്ട്. ക്ലോസ്ഡ് സിസ്റ്റം, നോൺ ഫ്ലോ പ്രോസസ്സിൻ്റെ കേസിൽ കണ്ടുപിടിക്കും.
ദ integral PdV can be performed only on a quasi-static path. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഒരു ക്വാസി-സ്റ്റാറ്റിക് പ്രോസസ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റഗ്രൽ PdV എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ വഴി വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇനി ഈ വർക്ക് ഡൺ ഒന്നുകിൽ പോസിറ്റീവ് ആവുക അല്ലെങ്കിൽ നെഗറ്റീവ് ആവുക. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുന്നത് പോസിറ്റീവാണ്. വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് വെച്ചാൽ നമുക്കൊരു വർക്ക് ഔട്ട്പുട്ട് പുറത്തോട്ട് കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എൻജിൻസ് ഒക്കെ നമുക്ക് വർക്ക് ഔട്ട്പുട്ട് തരുന്നതാണ്. ടർബൈൻസ് വർക്ക് ഔട്ട്പുട്ട് തരുന്നതാണ്. അവിടെയൊക്കെ വർക്ക് എന്താണ്? പോസിറ്റീവാണ്. ഇനി വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് വെച്ചാൽ നെഗറ്റീവാണ്. സിസ്റ്റത്തിൻ്റെ മുകളിൽ ഓൺ ദ സിസ്റ്റം അല്ലെങ്കിൽ ഇൻപുട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം കംപ്രസേഴ്സ് അവിടെ വർക്ക് ഇൻപുട്ടാണ് വേണ്ടുന്നത്, നെഗറ്റീവ് വർക്കാണ്. ഓക്കെ, ബൈ ഓർ സൈൻ കൺവെൻഷൻ. ഇനി ഇക്വേഷൻ നോക്കിയാൽ DV പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? ഈ DV പോസിറ്റീവ് എപ്പോഴാണ് വരിക? എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്താണ് DV പോസിറ്റീവ് വരിക. ഓക്കെ, ഇതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്, ഇതാണ് ഫൈനൽ സ്റ്റേറ്റ്. ഇവിടെ എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു, വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് പ്രഷറിൽ ഡിക്രീസ് ഉണ്ടാവും. ഓക്കെ, എക്സ്പാൻഡ് ചെയ്തു. ഇതിൽ DV എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? ഏതെങ്കിലും രണ്ട് വോളിയം എടുക്കുക, അതായത് ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം, ഇതാണ് DV, ചേഞ്ച് ഇൻ വോളിയം. അതെന്തായിരിക്കും? എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഫൈനൽ വോളിയം ആയിരിക്കും കൂടുതൽ. ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടുക. മീൻസ് DV പോസിറ്റീവാണ്. ഈ ഒരു ഇക്വേഷൻ DV പോസിറ്റീവ് ആയതുകൊണ്ട് W12 എന്തായിരിക്കും? പോസിറ്റീവ്. ഓക്കെ, മീൻസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ്. ഈ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് വരുന്നത്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്താണ്? പോസിറ്റീവാണ്. നമ്മൾ സൈൻ കൺവെൻഷനായിട്ട് എഗ്രി ചെയ്യുന്നുണ്ട്. ഇനി കംപ്രഷൻ, ഇത് ഇനീഷ്യൽ സ്റ്റേറ്റ്, ഇത് ഫൈനൽ സ്റ്റേറ്റ്. എന്താ നടക്കുന്നത്? കംപ്രഷനാണ്. ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്നത്. ഇവിടെ DV എന്തായിരിക്കും? ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഫൈനൽ വോളിയം കുറവായിരിക്കും കംപ്രസ് ചെയ്യുന്ന സമയത്ത്. മീൻസ് വർക്ക് എന്തായി? നെഗറ്റീവ് ആവും. DV നെഗറ്റീവ്, വർക്ക് നെഗറ്റീവ്. ഓക്കെ, മീൻസ് ഇവിടെ എന്താ? വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ് നെഗറ്റീവ്. വർക്ക് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം അല്ലെങ്കിൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അത് നമ്മൾ സൈൻ കൺവെൻഷനുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ട്. അടുത്തത് പാഡൽ വീൽ വർക്ക് ഓർ സ്റ്റിയറിംഗ് വർക്ക്. കൺസിഡർ എ ഫ്ലൂയിഡ് സിസ്റ്റം ബീങ് സ്റ്റീർഡ് ബൈ എ പാഡൽ വീൽ. The wheel is inserted into a fluid system which communicate with a weight hung from a rope which passes over a frictionless pulley. ഞാൻ ഇവിടെ ഒരു ഫ്ലൂയിഡ് സിസ്റ്റം കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു അഡിയബാറ്റിക് വെസൽ. അതിൻ്റെ ഉള്ളിലൊരു ഫ്ലൂയിഡ് ഉണ്ട്. അതിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പാഡൽ വീൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ആ പാഡൽ വീൽ ഒരു വെയിറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ത്രൂ എ റോപ്പ്. ഒരു റോപ്പിൽ എന്താണ്? വെയിറ്റ് ഹാങ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്രിക്ഷൻലെസ് പുള്ളി ഉണ്ട്. ഓക്കെ, മീൻസ് ഈ വെയിറ്റ് താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ത്രൂ ദിസ് റോപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ വീല് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫ്ലൂയിഡിനെ സ്റ്റിയർ ചെയ്യാൻ വേണ്ടി പറ്റും. Okay, when the weight moves downward, the paddle wheel rotates and the fluid gets stirred and there is a work transfer into the fluid system. ഇവിടെ എന്താണ്? സിസ്റ്റം ബൗണ്ടറി. ഈ ഡാഷ്ഡ് ലൈൻ വെച്ച് കാണിക്കുന്നതാണ് സിസ്റ്റം ബൗണ്ടറി. ആ ബൗണ്ടറി ക്രോസ് ചെയ്തിട്ട് ഒരു എനർജി ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്, ഒരു എനർജി ട്രാൻസ്ഫർ അവിടെ നടക്കുന്നുണ്ട് സ്റ്റിയർ ചെയ്യുന്ന സമയത്ത്. അതിൻ്റെ കാരണം എന്താണ്? ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ല. അങ്ങനെ ആവുന്ന സമയത്ത് അത് തെർമോഡൈനാമിക്സിൻ്റെ ഡെഫിനേഷൻ പ്രകാരം ഒരു വർക്കാണ്. ഓക്കെ, ഒരു വർക്ക് ട്രാൻസ്ഫർ അവിടെ നടക്കുന്നുണ്ട്. ആ വർക്ക് ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതിനെ സ്റ്റിയർ ചെയ്യുന്ന സമയത്ത് ഒരു എനർജി ട്രാൻസ്ഫർ ആണ് അതിലോട്ട് നടക്കുന്നത്. ഇതിലോട്ട് വർക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു എനർജി ട്രാൻസ്ഫർ അവിടെ വന്നു. മീൻസ് ആ എനർജി എന്താണ്? സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. മീൻസ് ദർ വിൽ ബി സം റൈസ് ഇൻ ടെമ്പറേച്ചർ. The paddle wheel work arises from the resistance offered by the fluid to paddle wheel rotation. The energy associated with the paddle work is transferred to total stored energy of the fluid system. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വർക്ക് ഇൻട്രാക്ഷൻ ഇവിടെ നടന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ശരിക്കും ഇവിടെ വർക്ക് ഇൻട്രാക്ഷൻ നടന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു വർക്ക് എപ്പോഴാണ് ആവശ്യമായി വരിക? ഒരു റെസിസ്റ്റൻസ് ഉള്ള സമയത്താണ് ഒരു വർക്ക് നടന്നു എന്ന് പറയുക. റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനാണ് വർക്ക്. ഓക്കെ, ഇവിടെ എന്ത് റെസിസ്റ്റൻസിനെയാണ് ഓവർകം ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്? ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഇതിപ്പം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, ആ വീല് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ആര് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്? ഫ്ലൂയിഡ് ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ വിസ്കോസിറ്റിയിലോ ഫ്ലൂയിഡിന് വിസ്കോസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ആ റൊട്ടേഷനെതിരെ ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ, ഇൻറ്റേർണൽ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ വിസ്കോസിറ്റി. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഒരു വർക്ക് നടന്നു നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞാണ്. അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് വർക്ക്. സിസ്റ്റത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ആയിട്ടാണ് അവിടെ ഉണ്ടാവുക.
ഞാൻ വർക്കിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ ഇഫ് എം ഈസ് ദ മാസ് ഓഫ് ദ വെയ്റ്റ് ലോവേർഡ് ത്രൂ എ ഡിസ്റ്റൻസ് ഡി സെഡ് ആൻഡ് ടി ഈസ് ദ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ ഷാഫ്റ്റ് ഇൻ റൊട്ടേറ്റിംഗ് ത്രൂ ആൻ ആംഗിൾ ഡി തീറ്റ ദെൻ ഡിഫറൻഷ്യൽ എമൗണ്ട് ഓഫ് വർക്ക്. ഈ ഒരു വെയിറ്റ് ഓക്കെ അതിൻ്റെ മാസ് എം ആണ്, അത് ഡി സെഡ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് താഴോട്ട് പോകുന്നുണ്ട്. അന്നത്തെ സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ ഈ ഷാഫ്റ്റ് അതിലുള്ള ടോർക്ക് ടി ആണ്, ഡി തീറ്റ എമൗണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ എമൗണ്ട് ഓഫ് വർക്ക് എന്തായിരിക്കും എം ജി ഇൻറ്റു ഡി സെഡ് ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡി തീറ്റ. ടോട്ടൽ വർക്ക് ട്രാൻസ്ഫർ എന്ത് കിട്ടും, ഇതിനെ ഡിഫറൻഷ്യൽ എമൗണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എം ജി ഡി സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ടി ഇൻറ്റു ഡി തീറ്റ. അടുത്തത് ഇലക്ട്രിക്കൽ വർക്ക്. Consider an electrolytic cell as the system. The cell is connected to an external circuit through which an electric current I is flowing. The current is driven by electrical potential difference E existing across the terminals of the cell A and B. ഇവിടെ എൻ്റെ സിസ്റ്റം എന്ന് പറയുന്ന സെല്ലാണ്, ഇലക്ട്രോളിറ്റിക് സെല്ലാണ് സിസ്റ്റം. സിസ്റ്റം ബൗണ്ടറി കാണിച്ചിട്ടുണ്ട്. ഓക്കെ രണ്ട് ടെർമിനൽസ് ഉണ്ട് എ ആൻഡ് ബി. അതെന്ത് ചെയ്യുന്നുണ്ട്, സറൗണ്ടിങ്ങുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആ സമയത്ത് എന്ത് ചെയ്യും, അതിലൂടെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും, ഐ എന്ന് പറഞ്ഞ കറണ്ട്. അതിൻ്റെ കാരണം എന്താ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ടെർമിനൽസ്. ഇ എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ടെർമിനൽസിലുണ്ട്, അതുകൊണ്ട് ഐ എന്ന് പറഞ്ഞ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. മീൻസ് ദർ ഈസ് ആൻ എനർജി ക്രോസിങ് ദി സിസ്റ്റം ബൗണ്ടറി. ഓക്കെ അതിൻ്റെ കാരണം എന്താണ്, ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതുകൊണ്ട് എന്തായി ഇവിടെ ഒരു വർക്ക് ഉണ്ട്. ദ ഡിഫറൻഷ്യൽ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ വർക്ക് ഡൺ ബൈ ഫ്ലോ ഓഫ് കറണ്ട്. വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിഫറൻഷ്യൽ എമൗണ്ട് ഓഫ് വർക്ക് ഡെൽറ്റ ഡബ്ല്യു സി ഈക്വൽ മൈനസ് സി ഇൻറ്റു ഡി സി. ഇവിടെ ഡി സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക്കൽ ചാർജ് ആണ്. ഡി സി ഇസ് ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ ചാർജ് ദറ്റ് ക്രോസിംഗ് ദി സിസ്റ്റം ബൗണ്ടറി ഇൻ ടൈം ഡി ടി. അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്ത് കിട്ടും, ഐ ഇസ് ഈക്വൽ ടു ഡി സി ബൈ ഡി ടി. അങ്ങനെയാണെങ്കിൽ ഈ ഡി സിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും, ഐ ഡി ടി. ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് ഇ ഡി സി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഡി സിയുടെ സ്ഥാനത്ത് ഐ ഡി ടി കൊടുത്തു. ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 2 മൈനസ് ഇ ഐ ഡി ടി. ഡിഫറൻഷ്യൽ എമൗണ്ട് ഓഫ് വർക്കിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ വർക്ക് കിട്ടും, ഇൻറ്റഗ്രൽ 1 to 2 മൈനസ് ഇ ഐ ഡി ടി. അതാണ് ഇലക്ട്രിക്കൽ വർക്കിൻ്റെ എക്സ്പ്രഷൻ. ഇനി ഷാഫ്റ്റ് വർക്ക്. എ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ഈസ് എ കോമൺലി എൻകൗണ്ടേർഡ് മെഷീൻ എലമെൻറ്റ്. ഇപ്പം മെജോറിറ്റി ഓഫ് ദി ഓപ്പൺ സിസ്റ്റം എടുക്കുന്ന സമയത്തും അവിടെ വർക്ക് എന്ന് പറയുന്നത് ഷാഫ്റ്റ് വർക്കായിരിക്കും. ഓപ്പൺ സിസ്റ്റം അവിടെ എന്തുണ്ടാവും, മെജോറിറ്റി ഓഫ് ദി മെഷീൻ എലമെൻസിലും എന്തുണ്ടാവും, ഷാഫ്റ്റ് ഉണ്ടാവും. ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കംപ്രസറിലോട്ട് വർക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് റൊട്ടേറ്റിംഗ് വർക്കാണ് അവിടെ കൊടുക്കുന്നത്, ത്രൂ ഷാഫ്റ്റ് ആണ്. ഇപ്പോൾ എൻജിൻസ് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് വരുന്നത് ഷാഫ്റ്റ് റൊട്ടേഷൻ ആയിട്ടാണ്. ഓക്കെ മീൻസ് ഈ ഷാഫ്റ്റ് വർക്ക് എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് ദി ഓപ്പൺ സിസ്റ്റത്തിലും വരുന്നൊരു വർക്കാണ്. കൺസിഡർ എ ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗ ആൻഡ് എക്സേർട്ടിംഗ് ടോർക്ക് ടി ഓൺ ഇറ്റ് സറൗണ്ടിങ്. ഓക്കെ ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഇവിടെ ഞാൻ ഒരു മോട്ടർ കാണിച്ചിട്ടുണ്ട്, അതാണ് ഇപ്പോൾ ഞാൻ സിസ്റ്റമായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഷാഫ്റ്റ് ഉണ്ട്, അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. മീൻസ് സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഒരു എനർജി ഇൻട്രാക്ഷൻ അവിടെ വന്നു. ഓക്കെ അല്ലെങ്കിൽ സറൗണ്ടിങ്ങിലൂടെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ഇഫ് ഡി തീറ്റ ഇസ് ദി ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ഷാഫ്റ്റ് ദെൻ ഷാഫ്റ്റ് വർക്ക്. ടി എന്ന് പറഞ്ഞ ടോർക്ക് ഉണ്ട്, ഡി തീറ്റയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ ഷാഫ്റ്റ് വർക്കിൻ്റെ എക്സ്പ്രഷൻ എന്ത് കിട്ടും, ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 2 ടി ഇൻറ്റു ഡി തീറ്റ. അടുത്തത് ഫ്ലോ വർക്ക്. ഈ ഒരു കൺസെപ്റ്റ് ഓൾറെഡി ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ടാവും. അൺലൈക്ക് ക്ലോസ്ഡ് സിസ്റ്റം, കൺട്രോൾ വോളിയം ഇൻവോൾവ്സ് മാസ് ഫ്ലോ അക്രോസ് ദെയർ ബൗണ്ടറീസ് ആൻഡ് സം വർക്ക് ഈസ് റിക്വയർഡ് ടു പുഷ് ദി മാസ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദി കൺട്രോൾ വോളിയം. ഇപ്പം ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എന്താണെന്നാണ്, മാസ് എൻ്റർ ചെയ്യുന്നില്ല, ലീവ് ചെയ്യുന്നില്ല, ഫിക്സഡ് മാസ്സാണ്. പക്ഷേ ഓപ്പൺ സിസ്റ്റം അല്ലെങ്കിൽ കൺട്രോൾ വോളിയത്തിലേക്ക് മാസ് ഇൻഫ്ലോ ഉണ്ട്, മാസ് ഔട്ട്ഫ്ലോ ഉണ്ട്. ഓക്കെ ആ ഒരു മാസ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സം വർക്ക് നമുക്ക് ആവശ്യമാണ്. അതിനെയാണ് ഫ്ലോ വർക്ക് എന്ന് പറയുന്നത്. അതായത് കൺട്രോൾ വോളിയത്തിലേക്ക് മാസ് ഫ്ലോ അക്രോസ് ദിയർ ബൗണ്ടറി. ഓക്കെ ഇതാണ് ബൗണ്ടറി എങ്കിൽ മാസ് ഫ്ലോ ഉണ്ട്. സം വർക്ക് ഈസ് റിക്വയർഡ് ടു പുഷ് ദി മാസ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദി കൺട്രോൾ വോളിയം. ആ ഒരു മാസിനെ ഫ്ലൂയിഡ് മാസിനെ കൺട്രോൾ വോളിയത്തിലോട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമുക്ക് എന്ത് ചെയ്യണം, സം വർക്ക് അത്യാവശ്യമാണ്. ആ ഒരു വർക്കിനാണ് ഫ്ലോ വർക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഞാനിപ്പം തെർമോഡൈനാമിക്സ് ഇവിടെ നമുക്ക് കൺട്രോൾ വോളിയം അനാലിസിസിലായതുകൊണ്ടാണ് ഇതിൻ്റെ ടേംസ് പറയുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും എന്താണ് എനർജി റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ ഫ്ലോ ഇൻ എ പ്രഷർ ഫീൽഡ്. അതാണ് എന്ത് പറയുന്നത്, ഫ്ലോ വർക്ക് എന്ന് പറയുന്നത്. This work is known as flow work or flow energy and is necessary for maintaining a continuous flow through the control volume. അപ്പോൾ കൺട്രോൾ വോളിയത്തിലോട്ട് മാസ് എൻ്റർ ചെയ്യുന്നുണ്ട്, മാസ് ലീവ് ചെയ്യുന്നുണ്ട്. ആ കണ്ടിന്യൂസ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം, സം ഫോം ഓഫ് എനർജി അവിടെ ആവശ്യമാണ്. അതിനാണ് ഫ്ലോ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലോ വർക്ക്. അതിൻ്റെ എക്സ്പ്രഷനാണ് ഇനി കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. കൺസിഡർ എ ഫ്ലൂയിഡ് എലമെൻറ്റ് ഓഫ് വോളിയം വി. ദ ഫ്ലൂയിഡ് ഇമ്മീഡിയറ്റ്ലി അപ്സ്ട്രീം forces this fluid element to enter the control volume. Thus, it can be regarded as an imaginary piston. Okay. ഇവിടെ ത്രൂ ഔട്ട് ആയിട്ട് കൺട്രോൾ വോളിയം എന്ന് വെച്ചാൽ സ്റ്റഡി ഫ്ലോ ഇവിടെ ഉണ്ട്. ത്രൂ ഔട്ട് ആയിട്ട് സ്റ്റഡി ഫ്ലോ ഉണ്ട്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലൂയിഡ് അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫ്ലൂയിഡിന് ഞാനിവിടെ ഒരു ഫ്ലൂയിഡ് മാസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ബോക്സ് കാണിച്ചിരിക്കുന്നത് എൻ്റെ വോളിയം വി ആണ്. ഓക്കെ, ആ ഒരു ഫ്ലൂയിഡ് മാസിനെ കൺട്രോൾ വോളിയത്തിൽ എൻ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, സം ഫോം ഓഫ് വർക്ക് അവിടെ വേണം. ഓക്കെ, അതേപോലെ അതിൻ്റെ അപ്സ്ട്രീം ആയിട്ടുള്ള ഫ്ലൂയിഡ് അതിനും എൻ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് മുമ്പിലുള്ള ഫ്ലൂയിഡിനെ അതിന് പുഷ് ചെയ്യണം. ഓക്കെ, ദ ഫ്ലൂയിഡ് ഇമ്മീഡിയറ്റ്ലി അപ്സ്ട്രീം ഫോഴ്സസ് ദിസ് ഫ്ലൂയിഡ് എലമെൻറ്റ് ടു എൻ്റർ ദി കൺട്രോൾ വോളിയം. ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്സ്ട്രീമിലിരുന്ന ഫ്ലൂയിഡ് എന്ത് ചെയ്യും, അതിൻ്റെ ഫ്രണ്ടിലുള്ള ഫ്ലൂയിഡിനെ പുഷ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, അപ്സ്ട്രീമിലെ ഫ്ലൂയിഡിനെ ഒരു പിസ്റ്റൺ, ഇമാജിനറി പിസ്റ്റൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആക്ച്വലി അവിടെ പിസ്റ്റൺ ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഒരു ഇമാജിനറി പിസ്റ്റൺ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദ ഫ്ലൂയിഡ് പ്രഷർ ഈസ് പി ആൻഡ് ദി കൺട്രോൾ ഏരിയ ഓഫ് ഫ്ലൂയിഡ് എലമെൻറ്റ് ഈസ് എ, ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ഫ്ലൂയിഡ് എലമെൻറ്റ് ഈസ് എ, ദെൻ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ഫ്ലൂയിഡ് എലമെൻറ്റ് ബൈ ഇമാജിനറി പിസ്റ്റൺ. ഓക്കെ, ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയുന്നത് പി ആണ്, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ്, ഇമാജിനറി പിസ്റ്റൺ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും, പി ഇൻറ്റു എ ആയിരിക്കും. ടു പുഷ് ദി എൻറ്റയർ ഫ്ലൂയിഡ് എലമെൻറ്റ് ഇൻറ്റു കൺട്രോൾ വോളിയം ദിസ് ഫോഴ്സ് മസ്റ്റ് ആക്ട് ത്രൂ എ ഡിസ്റ്റൻസ് സെൽ. ഈ എൻറ്റയർ ഫ്ലൂയിഡ് മാസിനെ കൺസിഡർ ചെയ്യുന്ന ഫ്ലൂയിഡ് മാസിനെ കൺട്രോൾ വോളിയത്തിലോട്ട് എൻ്റർ ചെയ്യിക്കണമെങ്കിൽ ആ ഫോഴ്സിന് ഈ ഒരു എൽ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഇൻ പുഷിങ് ദ ഫ്ലൂയിഡ് എലമെൻറ്റ് അക്രോസ് ദി ബൗണ്ടറി എന്തായിരിക്കും, ഡബ്ല്യു ഫ്ലോ വർക്ക്. അതിനാണ് ഫ്ലോ വർക്ക് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എൽ. ഓക്കെ, അവിടെ എഫ് എന്ന് വെച്ചാൽ പി ഇൻറ്റു എ ആണ്, പി ഇൻറ്റു എ ഇൻറ്റു എൽ കിട്ടും. ഫ്ലോ വർക്ക് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എ ഇൻറ്റു എൽ. ഇവിടെ ഏരിയ ഇൻറ്റു എൽ എന്ന് പറയുന്നത്, ഓക്കെ, ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു എൽ എന്ന് പറയുന്നത് എന്താണ്, ആ ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ വോളിയമാണ്. അല്ലെങ്കിൽ ഫ്ലോ വർക്ക് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു വി എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഫ്ലോ വർക്ക് പെർ യൂണിറ്റ് മാസിനെ കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുന്നത് കിട്ടും. വോളിയം ബൈ മാസ് എന്താണ്, സ്പെസിഫിക് വോളിയാണ്. ഫ്ലോ വർക്ക് പെർ യൂണിറ്റ് മാസ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു സ്മോൾ ലെറ്റർ വി, സ്പെസിഫിക് വോളിയം. ഓക്കെ, ഒരു ഫ്ലോ നടക്കണമെങ്കിൽ ആ ഫ്ലൂയിഡിന് എന്ത് വേണം, അവർ എനർജി പ്രോസസ്സ് ചെയ്യണം. ഇപ്പം ഈ ഒരു ഫ്ലൂയിഡ് മാസിനെ കൺസിഡർ ചെയ്യുന്നത്, അതിനാ പിസ്റ്റൺ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ആ എനർജി എന്താണ്, ആ ഫ്ലൂയിഡ് മാസിൽ അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതിനാണ് അതിൻ്റെ ഫ്ലോ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനർജി റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദി ഫ്ലോ. അടുത്തത് ഫ്രീ എക്സ്പാൻഷൻ. ഫ്രീ എക്സ്പാൻഷനിൽ എന്താ, സീറോ വർക്ക് ട്രാൻസ്ഫർ ആണ്. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വർക്ക് ട്രാൻസ്ഫർ ഈസ് ഐഡൻറ്റിഫൈഡ് ഓൺലി അറ്റ് ദി ബൗണ്ടറീസ് ഓഫ് എ സിസ്റ്റം. ഇറ്റ് ഈസ് എ ബൗണ്ടറി ഫിനോമിനൻ ആൻഡ് എ ഫോം ഓഫ് എനർജി ഇൻ ട്രാൻസിറ്റ് ക്രോസിംഗ് ദി ബൗണ്ടറി. ഓൾറെഡി പറഞ്ഞാണ്, ഹീറ്റും വർക്കൊക്കെ പറയുന്ന സമയത്ത് എന്താണ്, എനർജി ഇൻ ട്രാൻസിറ്റ് ആണ്. അത് നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഹീറ്റിനെയും വർക്കിനെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ദ വർക്ക് ട്രാൻസ്ഫർ ഈസ് ഓൺലി ഐഡൻറ്റിഫൈഡ് അറ്റ് ദ ബൗണ്ടറീസ് ഓഫ് ദി സിസ്റ്റം ആൻഡ് എ ബൗണ്ടറി ഫിനോമിനൻ. കൺസിഡർ ആൻ ഇൻസുലേറ്റഡ് റിജിഡ് കണ്ടെയ്നർ ഡിവൈഡഡ് ഇൻറ്റു 2 compartments by a partition wall. One compartment contains a gas and the other compartment is evacuated. ഒരു റിജിഡ് വെസൽ ഇതിനെ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബൈ എ പാർട്ടീഷൻ. ഒരു സൈഡിൽ ഗ്യാസ് ഉണ്ട്, അടുത്ത സൈഡ് വാക്വമാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ഇവാക്യുവേറ്റഡ് ആണ്. നമ്മൾ എന്താണ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് ആദ്യം ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഞാൻ ഈ പാർട്ടീഷൻ റിമൂവ് ചെയ്യുന്നു. ആ സമയത്ത് എന്ത് ചെയ്യും, നോർമലി ഈ ഗ്യാസ് പ്രഷറൈസ്ഡ് ഗ്യാസ് ആയിരിക്കും. അത് നേരെ എന്ത് ചെയ്യും, പാർട്ടീഷൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് വാക്വത്തിലേക്ക് അത് റഷ് ചെയ്ത് പോയിട്ട് എൻറ്റയർ വോളിയം ഫില്ല് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് എന്താ ഫ്രീ എക്സ്പാൻഷൻ.
ദി എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് എഗെയിൻസ്റ്റ് വാക്വം ഈസ് കോൾഡ് ഫ്രീ എക്സ്പാൻഷൻ. ഗ്യാസിൻ്റെ എക്സ്പാൻഷൻ എഗെയിൻസ്റ്റ് വാക്വം എക്സ്പാൻഡ് ചെയ്യുന്നതിനാണ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ വർക്ക് ട്രാൻസ്ഫർ 0 ആയിരിക്കും. ഓക്കെ, അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇപ്പം ഇനീഷ്യലി ഞാൻ സിസ്റ്റം ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സിസ്റ്റം ബൗണ്ടറി എനിക്ക് ഡിഫൈൻ ചെയ്യുക എന്നാണ്. കൺസിഡർ ദ ഗ്യാസ് ആൻഡ് വാക്വം ടുഗെദർ ആസ് എ സിസ്റ്റം. ഓക്കെ, ഇനീഷ്യലി ഗ്യാസും പാർട്ടീഷൻ അവിടെ ഉണ്ട്. ഗ്യാസ് ആൻഡ് വാക്വം ഇതാണ് എൻ്റെ സിസ്റ്റം ബൗണ്ടറി എന്ന് പറയുന്നത്. ഈ ഡാഷ്ഡ് ലൈനിട്ട് കാണിച്ചിരിക്കുന്നതാണ് സിസ്റ്റം ബൗണ്ടറി. ഓക്കെ, ഇൻസുലേഷൻ ഉണ്ട്. If the work associated with the removal of partition is neglected, there is no work transfer involved here since no work crosses the system boundary. ഇവിടെ ഞാൻ പാർട്ടീഷൻ റിമൂവ് ചെയ്തു. ഓക്കെ, പാർട്ടീഷൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന വർക്ക് ഞാൻ നെഗ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇവിടെ വർക്ക് ഉണ്ടാ. ഈ ഒരു കേസിൽ വർക്ക് എന്ന് പറയുന്നത് 0 ആണ്. കാരണം സിസ്റ്റം ബൗണ്ടറി ക്രോസ് ചെയ്തിട്ട് ഒരു എനർജി ഇൻട്രാക്ഷൻ അവിടെ ഇല്ല. ഓക്കെ, ഇവിടുത്തെ എൻ്റെ സിസ്റ്റം ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഗ്യാസ് ആൻഡ് വാക്വം ആസ് എ ഹോളാണ് സിസ്റ്റമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. പാർട്ടീഷൻ റിമൂവ് ചെയ്തു, ഗ്യാസ് എന്ത് ചെയ്യും, റഷ് ചെയ്തിട്ട് വാക്വത്തിലോട്ട് പോകും. ഓക്കെ, ആ പാർട്ടീഷൻ റിമൂവ് ചെയ്യുന്നതിന് അസോസിയേറ്റ് ചെയ്യുന്ന വർക്ക് കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 0 ആണ്. കാരണം സിസ്റ്റത്തിൻ്റെ ബൗണ്ടറി ക്രോസ് ചെയ്തിട്ട് ഒരു എനർജി ഇൻട്രാക്ഷൻ അവിടെ ഇല്ല. ബൈ ഡെഫിനേഷൻ ഓഫ് വർക്ക് എന്താണ്? ഇറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഓൺലി വെൻ ഇറ്റ് ക്രോസസ് ദി ബൗണ്ടറി ഓഫ് ദി സിസ്റ്റം. സിസ്റ്റം ബൗണ്ടറി ഇവിടെ ഒന്നും ക്രോസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇവിടെ വർക്ക് ഡൺ ഇല്ല. ഓക്കെ, ഇനി അടുത്ത കേസിൽ ഞാൻ ഗ്യാസ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇഫ് ഓൺലി ദ ഗ്യാസ് ഈസ് ടേക്കൺ എ സിസ്റ്റം വെൻ പാർട്ടീഷൻ ഈസ് റിമൂവ്ഡ് ദർ ഈസ് ചേഞ്ച് ഇൻ വോളിയം ഓഫ് ദി ഗ്യാസ്. ഓക്കെ, ഗ്യാസ് മാത്രമായിട്ട് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്തു. പാർട്ടീഷൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തിട്ട് എൻ്റയർ വോളിയം ഫില്ല് ചെയ്യും. ഓക്കെ, ഇൻക്രീസ് ഇൻ വോളിയം ഉണ്ട്, പക്ഷേ സിസ്റ്റം ഗ്യാസ് മാത്രമാണ്. ഇവിടെ എന്താണ്, സിസ്റ്റം ബൗണ്ടറി ക്രോസ് ചെയ്തിട്ടൊരു ഇൻട്രാക്ഷൻ അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനീഷ്യലി കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം ബൗണ്ടറി ക്രോസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഇൻട്രാക്ഷൻ വന്നു. ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ആർ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ബട്ട് ദ പ്രോസസ് ഈസ് നോട്ട് എ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്. ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. അതേപോലെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നത്. ആ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതും ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ്. ഓക്കെ, പക്ഷേ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ആർ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ബട്ട് ദ പ്രോസസ് ഈസ് നോട്ട് ക്വാസിസ്റ്റാറ്റിക്. ഈ പ്രോസസ്സ് ഒരു ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്സ് അല്ല. ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് ആണെങ്കിൽ നമുക്ക് എല്ലാ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് വരെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്താണ് ഇതിലെ വർക്ക് ഇൻ്റഗ്രൽ PdV എന്ന് വെച്ച റിലേഷൻ വഴി നമുക്ക് ഇവിടെ ഒരിക്കലും വർക്ക് ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത് എന്താക്കുന്നത്, ആ പ്രോസസ്സിനെ ഞാൻ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്സ് ആക്കുകയാണ്. ഓക്കെ, അങ്ങനെ ക്വാസിസ്റ്റാറ്റിക് പ്രോസസ്സ് ആക്കുന്നത് ഒരുപാട് പാർട്ടീഷൻസ് പ്ലേസ് ചെയ്തു. നേരത്തെ ഒറ്റ പാർട്ടീഷനെ ഉണ്ടായിട്ടു. ഇഫ് ദ വാക്വം സ്പേസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ലാർജ് നമ്പർ ഓഫ് സ്മോൾ വോളിയം ബൈ പാർട്ടീഷൻ ആൻഡ് പാർട്ടീഷൻസ് ആർ റിമൂവ്ഡ് വൺ ബൈ വൺ സ്ലോലി then every state passed through by the system is an equilibrium state and work done can be estimated from the relation integral PdV. Integral PdV relation അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ഒരു ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് ആവണം. ക്വാസിസ്റ്റാറ്റിക് പ്രോസസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാർട്ടീഷൻ ഒറ്റയടിക്ക് റിമൂവ് ചെയ്തിട്ട് ഇല്ലേ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ക്വാസിസ്റ്റാറ്റിക് അല്ല. അതിനുശേഷം ആ വാക്വത്തിൽ ഒരുപാട് പാർട്ടീഷൻസ് ഞാൻ പ്ലേസ് ചെയ്തു. അതിന് ആദ്യം ഫസ്റ്റ് പാർട്ടീഷൻ റിമൂവ് ചെയ്യും, പിന്നെ സെക്കൻഡ് പാർട്ടീഷൻ, ആ രീതിയിലാണ് കംപ്ലീറ്റ് എക്സ്പാൻഷൻ പൂർത്തിയാക്കുന്നത്. ആ സമയത്ത് നമുക്ക് എന്തായിട്ട് അസ്യൂം ചെയ്യുക, പ്രോസസ്സ് ക്വാസിസ്റ്റാറ്റിക് ആയിട്ട് അസ്യൂം ചെയ്തിട്ട് ഇൻ്റഗ്രൽ PdV വഴി നമുക്ക് വേണം വർക്ക് കണ്ടുപിടിക്കുക. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇൻ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ദ ഗ്യാസ് ദർ ഈസ് നോ റെസിസ്റ്റൻസ് ടു ഗ്യാസ് അറ്റ് ദി സിസ്റ്റം ബൗണ്ടറി ആസ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഇൻക്രീസസ് ടു ഫിൽ അപ്പ് ദി വാക്വം സ്പേസ്. ഇവിടെ സിസ്റ്റം ഗ്യാസ് എന്താണ്, അത് എക്സ്പാൻഡ് ചെയ്തിട്ട് വാക്വം സ്പേസ് ആണ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആ സമയത്ത് ആ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് ഇല്ല. സിസ്റ്റം ബൗണ്ടറിയിൽ എന്താണ്, റെസിസ്റ്റൻസ് ഇല്ല. ഓക്കെ, ദർ ഈസ് നോ റെസിസ്റ്റൻസ് ടു ഗ്യാസ് അറ്റ് ദി സിസ്റ്റം ബൗണ്ടറി ആസ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഇൻക്രീസസ് ടു ഫിൽ അപ്പ് ദി വാക്വം സ്പേസ്. ഓക്കെ, റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ വർക്ക് ഈസ് ഡൺ ബൈ എ സിസ്റ്റം ടു ഓവർകം സം റെസിസ്റ്റൻസ്. സിൻസ് ദ വാക്വം ഡസ് നോട്ട് ഓഫർ എനി റെസിസ്റ്റൻസ് ദർ ഈസ് നോ വർക്ക് ട്രാൻസ്ഫർ ഇൻവോൾവ്ഡ് ഇൻ ഫ്രീ എക്സ്പാൻഷൻ. നമുക്കൊരു റെസിസ്റ്റൻസ് വർക്ക് എപ്പോഴാണ് വേണ്ടി വരിക, ഒരു റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വർക്ക് വേണ്ടത്. ഇവിടെ വാക്വം എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസും ഓഫർ ചെയ്യുന്നില്ല. മീൻസ് അവിടെ എന്ത് വേണ്ട, വർക്ക് വേണ്ട. എക്സ്പാൻഷന് വേണ്ടിയിട്ട് വർക്ക് വേണ്ട. ഫ്രീ എക്സ്പാൻഷനിൽ 0 വർക്ക് ട്രാൻസ്ഫർ ആണ്.